അപ്പൊ ഇങ്ങനെ ഇപ്പൊ മാത്രമല്ല, അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷന്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ ഈ സുരേഷ് ഗോപി കുടുംബത്തിന്റെ വോട്ട് ശാസ്ത്രമംഗലത്ത്. അപ്പൊ നടന്ന് വോട്ട് ചെയ്യാം. പണ്ട് നടന്ന് പെടുക്കുകയാണ് കേട്ടത്. പക്ഷേ ആദ്യമായിട്ടാണ് നടന്ന് വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ അനിയൻ സുഭാഷ് ഗോപി, മൂപ്പർക്ക് ഇരവിപുരത്തും വോട്ടുണ്ട്, തൃശ്ശൂരും വോട്ടുണ്ടായി. പക്ഷെ ഇവിടെ കണ്ട ഒരു ക്രിമിനൽ കുറ്റമുണ്ട്. രണ്ടിടത്തും 2 ഐഡന്റിറ്റി കാർഡ്. ഒരു വോട്ടർക്ക് ഒരിക്കലും ഒന്നിൽ കൂടുതൽ ഐഡന്റിറ്റി കാർഡ് പാടില്ല. അത് നമ്മുടെ നാടോടിക്കാറ്റില് ഒരു സുപ്രഭാതത്തിൽ മോഹൻലാലും ശ്രീനിവാസനും വന്ന രംഗം ഓർമ്മയുണ്ടല്ലോ. ആൾമാറാട്ടം നടത്താൻ വന്ന മോഹൻലാലിന് കറുത്ത കണ്ണട. ഉദ്യോഗസ്ഥൻ ചോദിച്ചു, എന്താ കറുത്ത കണ്ണട? കണ്ണിന് പഴുത്തിരിക്കുകയാണ്. ഇന്നലെ കുഴപ്പമില്ലല്ലോ, അത് ഇപ്പം ഇന്ന് ചീഞ്ഞ് മാറുകയാണ്, അതുകൊണ്ട് കണ്ണട വെച്ചു. ശ്രീനിവാസനോട് ചോദിച്ചോ, ശ്രീനിവാസൻ പറഞ്ഞു താടി. ഇന്നലെ താടിയില്ലല്ലോ, ഞങ്ങളുടെ വീട്ടിലൊരു കുഴപ്പമുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് താടി വളരും. അതുപോലെയാണ് സുഭാഷ് ഗോപിക്ക് ഇരവിപുരത്ത് താടിയുള്ള ഫോട്ടോ. തൃശ്ശൂർ ചെന്നപ്പോൾ ക്ലീൻ ഷേവ്. ഇതാണ് കള്ള വോട്ടിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഇനി വേറെ എവിടെയും പോകാനില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത ഈ ധർമ്മസമരം നമ്മളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഒറ്റയ്ക്കല്ല, ഈ രാജ്യം മുഴുവൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന നൈറ്റ് മാർച്ചാണ് നമ്മൾ സംഘടിപ്പിച്ചത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മുടെ പഴയ സുരേന്ദ്രൻ, അദ്ദേഹം നമ്മളോടൊക്കെ പറഞ്ഞത് പോയി തൂങ്ങിച്ചാവാനാണ്. സുരേന്ദ്രൻ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഈ രാജീവ് ചന്ദ്രശേഖർ 1 കൊല്ലം കൂടെ അവിടെ പ്രസിഡന്റായി നിങ്ങളുടെ പാർട്ടിയിലിരുന്നാൽ നിങ്ങളാണ് രാഷ്ട്രീയമായിട്ട് തൂങ്ങിച്ചാവേണ്ടിയിരിക്കുന്നത്. ഞാൻ അത്രയേ പറയുന്നുള്ളൂ. ഏതായാലും ഈ ജാഥ വിജയിപ്പിച്ച എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ആശംസ.